महेश्वराय नमः। ओम शंभवे नमः। ओम पिनाकिने नमः। ओम शशिशेखराय नमः। ओम वामदेवाय नमः। मार्गो मार्गो मार गई, चोर को चोर गई। मार्गो मार्गो मार गई, चोर को चोर गई। कासको पूसको मालയിൽ ആടിക്കോ, മന്ദിരം പാടിക്കോ। मार्गो मार्गो मार गई, चोर को चोर गई।
സർഗ എന്തോ അടിപൊളിയായിരുന്നു. താങ്ക് യു. നല്ലൊരു വൈബ് സോങ്. ചോദിച്ചോക്കാം. ശരത് സർ. മക്കളെ എന്തോ നല്ല ഒരു ഗുമ്മുള്ള പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. കേട്ടോ, എനിക്ക് ആകെ ഉള്ളത് ഈ മാറുക, അതൊന്ന് പാടാമോ? മാറുകോ മാറുകോ മാറുകൈ അത്രേ ഉള്ളൂ. അതൊന്നും വേണ്ട. അത്ര ഉള്ളത് കേട്ടോ. അത് അവിടെ കൊണ്ട് പാടേണ്ട കാര്യമല്ല. അത് മാത്രം ഒന്ന് ശരിയാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല ഒരു ഓളത്തോടെ തന്നെ പാടി മോള് കേട്ടോ. പ്രത്യേകിച്ച് ഈ കൺമണി അതൊക്കെ ബാലുവണ്ണല്ലേ പാടിയേക്കുന്നത്. ഇതാരാ പാടിയേക്കുന്നത്? ബാലുവണ്ണ ചിത്ര. ചിത്ര. അതിപ്പോ അതാ എനിക്കത് സ്റ്റേജിൽ ചേച്ചി പാടിയ ഒരു ഓർമ്മ. ഇതൊരു ഇപ്പൊ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഈ ജനങ്ങളുടെ ഒച്ചവെപ്പുകാരന് ഈ പാട്ടിൻ്റെ ഇടയിൽ കൂടെ. ഇടയ്ക്ക് കേട്ടാലായി ഈ പ്രധാനമായിട്ട് പാടുന്നവരുടേത്. അപ്പോൾ അതൊക്കെ കുറേ ഓർമ്മ തന്നു. പിന്നെ ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ പറയാ. ഇതിന്റെ മ്യൂസിക് ചെയ്തത് രാജ സാർ. പിന്നെ ലിറിക്സ് എഴുതിയത് ബാലി സാർ. പിന്നെ ഇത് സിനിമ വെട്രി വിഴ. പിന്നെ പാടിയത് SPB സാർ ചിത്ര. എല്ലാം ആയി. ഇനി പൊക്കോ കുഞ്ഞു. ഓക്കേ ബൈ. മക്കളെ നന്നായിട്ട് പാടിയതാ. താങ്ക് യു സാർ. അപ്പൊ അതിൽ ഈ പ്രധാനമായിട്ടുള്ള ഈ ബാലുവണ്ണന്റെ ഏരിയ ഒക്കെയാണ് അത്. അദ്ദേഹം അടിച്ച് പൊടിച്ച് കീറി പാടി വെച്ചേക്കാം. മോളൊരു കുഞ്ഞല്ലേ, ശിശു. പക്ഷെ നല്ല വോയിസാണ് മോക്ക് കേട്ടോ. മോള് നല്ല കൺട്രോൾഡ് പാട്ടുകാരിയാണ്. എവിടെ പാടുന്നതൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഈ മാറുകൈ മാത്രമാണ് അതിൽ സിമ്പിൾ പാട്ടല്ലേ മോളെ. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു ബൃഹയുടെ ആവശ്യമില്ല. ആ ജോണറിൽ നിന്ന് മാറി നിൽക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കും നീ ആ ചരണത്തിൽ എന്തോ ഒരു സംഗതി പാടി കലക്കുന്നുണ്ട്, ഒരു ആവശ്യമില്ലാത്തൊരു ഐറ്റം. അതെവിടാന്ന് കണ്ടമാനം ലിറിക്കുള്ളതുകൊണ്ട് എവിടാന്ന് നോട്ട് ചെയ്യാൻ വിട്ടുപോയി. അത് എന്റെ മനസ്സിൽ SPB സാറ് പാടിയേക്കുന്നത് ഭയങ്കര ഇങ്ങനെ കൊറേ ഇതുപോലെ ഇങ്ങനെ പാടുന്നുണ്ട്. ഒന്ന് പാടിയോ? ഒന്ന് പാടൂ. അതാണോ? ഇത് ഇതിന്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇത് മോളെ ഇത് കാര്യം അദ്ദേഹം പാടുമ്പോൾ ഉള്ളതിന്റെ ഒരു സെറ്റപ്പ് വേറെയാണ്. അത് ഇങ്ങനെ തോന്നത്തില്ല. ഇത് നമ്മൾ മനഃപൂർവ്വം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ഒരു ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി ഒരു സംഗതി കുത്തി കയറ്റിയ പോലെ. ഞാനിത് എത്രയോ തവണ കേട്ടുള്ളതായി പാട്ട്. എനിക്കത് കേട്ടപ്പോൾ അത് മാത്രം വേറിട്ട് നിന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒറിജിനൽ അതിൽ തരുന്ന ഒരു വൈബ് കിട്ടിയില്ലെന്നുള്ളതാണ്. അപ്പോൾ അത് മക്കൾ നോക്കണം കേട്ടോ. ചിലർക്ക് ബാലുണ്ണൊക്കെ ചില ഏരിയ ഒക്കെ വളരെ ലേസി ആയിട്ട് പാടിയിട്ടുണ്ട്. അത് ആ വൈബാണ്. അത് അദ്ദേഹം പാടിപ്പോവും. ഒരു വല്ലാത്ത പാട്ടുകാരനാണ്, ഒരു നിവൃത്തിയില്ലാത്തൊരു പാട്ടുകാരനാണ്. അതുപോലെ നല്ല ഒരു മനസ്സിനുടമയായിരുന്നു SPB സാർ. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം മക്കളെ നന്നായിട്ട് പാടിയടാ. ഇതേ ഉള്ളൂ എനിക്ക് ആകെ തോന്നിയ ഒരു ജിം. അത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല ഇപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ ആ കൺമണി എന്നുള്ളത് ഞാൻ പാടുന്നത് എന്ത് പവർഫുള്ളായിട്ടാണ്. ഒരു കൺമണി എന്ന് പറയുന്നത് നമ്മൾ ഞെട്ടിപ്പോകും സത്യത്തിൽ. കൺമണിയാണെങ്കിലും ഒരു മോള് കുഞ്ഞല്ലേ, അപ്പം മോക്ക് അത്രയല്ല അവിടെ ഹിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വൃത്തിയായിട്ട് പാടിയില്ല. നല്ലൊരു മൊത്തത്തിലൊരു സുഖം ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ശരത് സാർ. ഓക്കെ ചേച്ചി. സർഗക്കുട്ടി എന്തോ മാർഗോ മാർഗോ എന്ന് സർഗ പാടിയ പാട്ട് നന്നായിരുന്നു. താങ്ക് യു. എനിക്ക് ആ സ്റ്റെപ്സ് ഒക്കെ ഭയങ്കര ഗ്രേസ്ഫുൾ ആണ്. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ മൂവ്മെന്റിലൊക്കെ ഒരു ഗ്രേസ് ഉണ്ട് കാണാൻ. വെറുതെ ചെയ്യുന്ന പോലെ ഇല്ല. നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. മോള് ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഇല്ല, ആഗ്രഹമുണ്ടോ? ഉണ്ട്, പഠിക്കണമെന്നുണ്ട്. തുള്ളിന്നുള്ള കഴിവാന്നത് ഉള്ളിന്നുള്ളതാണ്, ജന്മസിദ്ധമാണ്. അതെ അല്ലേ? ഇതും ഷാഹുൽ മാസ്റ്റർ പഠിപ്പിച്ചതാണോ? അതെ അതെ അതെ. ഇവരെയൊക്കെ ശരിക്കും ഒരു കോൺഫിഡൻസ് കൊടുത്ത് സ്റ്റേജ് പെർഫോമേഴ്സ് ആക്കുകയാണ് ശരിക്കും ഷാഹുൽ. വെരി ഗുഡ്, വണ്ടർഫുൾ ജോബ് മാൻ. നന്നായി പാടുകയും ചെയ്തു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ശബ്ദമാണ്. പ്രത്യേകിച്ച് മോൾ ഭാഗങ്ങളൊക്കെ പാടുമ്പം കുറച്ച് സ്ട്രെയിൻ ആവാവുന്ന സോങ് ആണിത്. പക്ഷെ നന്നായി ഹാൻഡിൽ ചെയ്തു, നല്ലതായിരുന്നു. മൂവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലും ശ്വാസ തടസ്സങ്ങളില്ലാതെ നന്നായിട്ട് പാടി. കേൾക്കാൻ നല്ല രസമുണ്ട്. രാജാ സാറിന്റെ ഇങ്ങനത്തെ പാട്ടുകൾ ശരിക്കും ഇതുപോലത്തെ ഒരുപാട് പാട്ടുകളുണ്ട് സാർ ചെയ്തത്. അപ്പം അതിൽ സൂപ്പർ ഹിറ്റായ ഒരു പാട്ടാണ് മാറുകോ മാറുകോ. എല്ലാ ഭാഷക്കാരും പാടുന്ന ഒരു പാട്ടാണ്. അതുകൊണ്ട് ഒരു സൂപ്പർ സെലക്ഷൻ ആയിരുന്നു. സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ സൂപ്പർ സെലക്ഷനോട് കൂടി സൂപ്പർ ഓർക്കസ്ട്രയുടെ കൂടെ പാടിയ ഈ സൂപ്പർ സർഗയ്ക്ക് എന്റെ വിധ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും. ക്ഷീണിച്ചു സർ. സർഗ, എന്താ സാർ?
നന്നായിട്ട് പാടി സർഗ. താങ്ക് യു സർ. സർഗ പാടുന്നതിനേക്കാൾ എനിക്ക് പാടുന്നത് നന്നായിട്ടുണ്ട്, പക്ഷേ സർഗയുടെ സ്റ്റെപ്സ്, ഡാൻസ്, അത് പറഞ്ഞല്ലോ, അത് ഭയങ്കര എന്തോ അതിലൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു. നല്ല നാച്ചുറലായിട്ട് നല്ല അതിൽ നന്നായിട്ട് ഇഴുകിച്ചേർന്നിട്ട് ഡാൻസ് ചെയ്തു. അതിൻ്റെ ആ ഒരു ഓരോ സ്റ്റെപ്പിൻ്റെയും പാട്ടിൽ നമ്മൾ ഫീൽ എടുക്കില്ല, അതേപോലെ ആ സ്റ്റെപ്പിലൊക്കെ മോള് ഫീൽ എടുത്തിട്ട് അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തു. പിന്നെ പാട്ടൊക്കെ ലിറിക്സ്, അതിൻ്റെ ട്യൂൺ, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതെന്നല്ല, ഏത് പാട്ട് പാടുമ്പോഴും എല്ലാവരും ഇപ്പം ഇത് ഇങ്ങനെ ഒരു പാട്ടാണ്, ഒരു പെർഫോമൻസ് ആണിത് അല്ലേ? പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വതസിദ്ധമായിട്ട് നമ്മുടെ ക്യാരക്ടറിൽ ഒരു പാവം ഒരു കുട്ടി നമ്മളിങ്ങനെ എല്ലാവരും ലാളിച്ച് വീട്ടിൽ വളർത്തുന്നതായിരിക്കും. വലിയ ഇതൊന്നുമില്ല, വളരെ പാവമായിട്ട് മാറുകോ നമ്മളങ്ങനെ പാടുന്ന പാട്ടിലല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി വെരി വൈബ്രൻറ്റ്. നമ്മൾ പവർഫുള്ളായിട്ട് പാടണം. അപ്പം ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. ഇതിങ്ങനെ നമ്മളൊരു താരാട്ട് പാട്ട് പാടുന്ന ഒരു ബോഡി ലാംഗ്വേജ് മോൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഡാൻസാണ്. ഒന്ന് ഉഷാറായിട്ട് നല്ല ബ്രൈറ്റായിട്ട് ഒന്ന് പാടാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്ക്. പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇനിമേൽ ശ്രമിക്കണം. അത് അങ്ങനെ ചെയ്യണം. ഇങ്ങനത്തെ പാട്ടെടുക്കുമ്പോൾ ഒന്ന് പാടും, ട്രൈ ചെയ്യാം. കണ്ടാ? മച്ച് ബെറ്റർ. വേണ്ട, പാട്ടിന്റെ ഫീല് മാറിയണ്ട നമ്മളങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷെ അല്ലാണ്ട് പാട്ട് പഠിച്ച് കൃത്യമായിട്ട് അങ്ങോട്ട് പാടി എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് അവതരിപ്പിക്കുന്ന, പ്രസന്റ് ചെയ്യുന്നത്, ഇത് പാടിയ ആളെ കുറിച്ച് പറഞ്ഞില്ലേ, SPB സാർ എങ്ങനെ പാടുക, അതേപോലെ നമുക്ക് ആർക്കും പാടാൻ പറ്റൂല, അത് വേറെ കാര്യം. ഓക്കെ, ബാക്കിയെല്ലാം നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ ചേച്ചി, മാർക്ക്. ഞങ്ങളെ ഈ ഒരു റെട്രോ ഇതായതുകൊണ്ട് തമിഴ് വേറെ ഒരു ഓർമ്മയിലേക്ക് പോകുന്നു. അപ്പൊ ഓർമ്മ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാം. യെസ്, ഐ വാർക്കാം ട്രൈ ചെയ്യാം പ്ലീസ്. യെസ്, ഓർക്കസ്ട്ര. This is for you. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, സംഗീത ശില്പം നീയല്ലേ. സൂപ്പർ. ഓർമ്മയിലേക്ക് പോയത്. അതെ അതെ, ഇനി ഞാൻ ഓർമ്മ തിരിച്ച് 8.8. താങ്ക് യു ചേച്ചി. ശരത് സാർ 8.7. താങ്ക് യു സർ. Sir, okay. So total 17.5. അടിപൊളി.